ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസൈനേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് മാതമംഗലത്തിനടുത്തുള്ളൊരു വെള്ളച്ചാട്ടത്തിലാണ്, കാനം വെള്ളച്ചാട്ടത്തിലാണ് അടുത്താണ് നമ്മളുള്ളത്. അപ്പോൾ പുറകിൽ കാണുന്നതാണ് കാനം വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ അതിന് മുമ്പിൽ ചെറിയൊരു തടാകമുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കുളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ നിശബ്ദമായ ഒരു സ്ഥലമാണ്. ജസ്റ്റ് നമ്മളെ വെള്ളം ഒലിച്ചു വരുന്നതിൻ്റെയും ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയും ഒച്ച മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ്. വെള്ളം കുറഞ്ഞ സമയത്ത് നമുക്കിവിടെ ശരിക്കും നല്ല രീതിയിൽ കാണാൻ പറ്റും. വെള്ളം കൂടുതലുള്ള സമയത്ത് നമുക്ക് ഇവിടെ നിന്നിട്ട് ജസ്റ്റ് പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ. ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ അതിന് മുമ്പിലുള്ള തടാകത്തിൻ്റെയും കൂടുതൽ കാര്യങ്ങൾ കാണാം. ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ഇനി കാണാം. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇഷ്ടംപോലെ വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ അങ്ങനത്തെയൊക്കെയാണ്. അപ്പം ദയവായിട്ട് ഇവിടെ വന്നിട്ട് കുളിക്കുന്നവർ അവരുടെ വസ്ത്രങ്ങൾ തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുപോകുക. അതുപോലെ തന്നെ ചെരുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുപോകാൻ ദയവായി അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാനം വെള്ളച്ചാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ കാനം തടാകത്തിൻ്റെയും കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. മനോഹരമായ വെള്ളച്ചാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ അതിന് മുമ്പുള്ള ചെറിയൊരു തടാകത്തിൻ്റെയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മുകൾ ഭാഗത്തേക്ക് വരുവാണ്. അപ്പോൾ മുകൾ ഭാഗത്തേക്ക് വരുമ്പം വെള്ളം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും നടന്നു പോകാൻ പറ്റും. അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ച് ദൂരം നമ്മളൊന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം. അതുപോലെ തന്നെ ഇനി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവും പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് മുൻപോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം.
ഇപ്പോൾ ഏകദേശം നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെയാണെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇനി അങ്ങോട്ടേക്ക് കുറച്ചും കൂടി കാടുകൾ ഉള്ള സ്ഥലമാണ്, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കാനം വെള്ളച്ചാട്ടത്തിൻ്റെയും കാനം തടാകത്തിൻ്റെയും കാഴ്ചകളൊക്കെ കണ്ടു. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ടു. വളരെ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ നമ്മളെ മനസ്സ് സമ്മതിക്കുന്നില്ലെങ്കിലും നമ്മളിവിടുന്ന് മടങ്ങുമെന്ന്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാവരും ഇവിടേക്ക് വരുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകുക. അത് ഭക്ഷണ സാധനങ്ങളായാലും അതുപോലെ തന്നെ നിങ്ങളിവിടുന്ന് തടാകത്തിൽ നിന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ വസ്ത്രങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരിച്ചതുപോലെ തന്നെ കൊണ്ടുപോവുക. കാരണം അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തോടു കൂടി തന്നെ നിലനിർത്താൻ നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് പ്രയത്നിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്.